ഇനി ചാർപിറ്റ്സ് മെത്തേഡാണ്. A method of solving the PDE f of x, y, z, p, q equals 0 due to Chapitz is based on the introduction of a new PDE of first order g of x, y, z, p, q a equal to 0, which contains an arbitrary constant a and which is such that 1 and 2 are compatible and can be solved to q. P is equal to p of x, y, z a and q is equal to q of x, y, z a, and the equation dz equal to p dx plus q dy is integrable. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ചാർപിറ്റ്സ് മെത്തേഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യു ഈക്വൽ ടു 0 ഫോമിലുള്ള ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അത് നമ്മൾ ഈ കോമ്പാറ്റബിലിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു പുതിയ പി ഡി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ജി ഓഫ് എക്സ് വൈ സെഡ് പി ക്യു എ ഈക്വൽ ടു 0. അതിനകത്ത് ഒരു എ എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റൻറ്റാണ്. അപ്പം ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ള ഒരു പി ഡി നമ്മൾ കണ്ടുപിടിക്കും. സച്ച് ദാറ്റ് ഇക്വേഷൻ 1 and 2 ആർ കോമ്പാറ്റബിൾ. അപ്പോൾ 1 and 2 കോമ്പാറ്റബിൾ ആവുന്ന രീതിയിൽ നമ്മൾ വേറൊരു പി ഡി കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ആസ് യൂഷ്വൽ കോമ്പാറ്റബിൾ ഇക്വേഷൻസിന് സോൾവ് ചെയ്യുന്ന പോലെ പിയും ക്യൂവും കണ്ടുപിടിച്ചിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് കമ്പൈൻ ചെയ്ത് പിയും ക്യൂവും കണ്ടുപിടിക്കും. എന്നിട്ട് ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ഈ ചാർപിറ്റ്സ് മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ജി എന്ന് പറയുന്ന പി ഡി നമുക്ക് തരികയില്ല, ഒരു പി ഡി മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ ചാർപിറ്റ്സ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ജി ഓഫ് എക്സ് വൈ സെഡ് പി ക്യു എ ഈക്വൽ ടു 0 എന്നുള്ള പി ഡി നമ്മൾ കണ്ടുപിടിക്കണം. ഈ പി ഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോമ്പാറ്റബിൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന സെയിം മെത്തേഡിൽ പോയാൽ മതി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് വൈ സെഡ് പി ക്യു എ ഈക്വൽ ടു 0 ഈ ഫോമിലുള്ള ഇതിനോട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള പി ഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പി ഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിയും ക്യൂവും കണ്ടുപിടിക്കുക. ദെൻ പി ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയുടെ സൊല്യൂഷൻ ആയിരിക്കും എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യു ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ. അതാണ് പറയുന്നത് വെൻ സച്ച് എ ജി ഹാസ് ബീൻ ഫൗണ്ട് ദെൻ ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 3 ഈസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് എ ബി ഈക്വൽ ടു 0. അപ്പം പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് എ ബി ഈക്വൽ ടു 0 ഫോമിലായിരിക്കും. വേർ എ ആൻഡ് ബി ആർ ആർബിട്രറി കോൺസ്റ്റൻറ്റ്സ് വിച്ച് ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ പി ഡി ഇ എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യു ഈക്വൽ ടു 0. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത് വെൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യു ഈക്വൽ ടു 0 ആൻഡ് ജി ഓഫ് എക്സ് വൈ സെഡ് പി ക്യു. ഇനി നമ്മൾ ആ ജി എന്ന് പറയുന്ന ആ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോമ്പാറ്റബിൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്താൽ മതി. ഇനി ആ ജി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് തരത്തില്ല ക്വസ്റ്റിനകത്ത് എഫ് മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ ജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യു ഈക്വൽ ടു 0യും ജി ഓഫ് എക്സ് വൈ സെഡ് പി ക്യു ഈക്വൽ ടു 0 രണ്ട് ഇക്വേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കോമ്പാറ്റബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താ ജെ ഈക്വൽ ടു ഡോ എഫ് ജി ബൈ ഡോ പി ക്യു നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എഫ് ജി ഈക്വൽ ടു 0. ഇവിടെ എഫ് ജി ഈക്വൽ ടു 0നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോ എഫ് ജി ബൈ ഡോ എക്സ് പി പ്ലസ് പി ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് പി പ്ലസ് ഡോ എഫ് ജി ബൈ ഡോ വൈ ക്യു പ്ലസ് ക്യൂ ഇൻറ്റു ഡോ എഫ് ജി ബൈ ഡോ ഇസഡ് ക്യു ഈക്വൽ ടു 0 എന്നുള്ളതാണ് എഫ് ജി. ഇതിനെ നമുക്ക് എഫ് എക്സ് ഇൻറ്റു ജി പി മൈനസ് എഫ് പി ഇൻറ്റു ജി എക്സ് എന്ന് എഴുതാം പ്ലസ് പി ഇൻറ്റു എഫ് ഇസഡ് ഇൻറ്റു ജി പി മൈനസ് എഫ് പി ഇൻറ്റു ജി ഇസഡ് അങ്ങനെ എഴുതി പ്ലസ് ഇതിനെ എഫ് വൈ ഇൻറ്റു ജി ക്യു മൈനസ് എഫ് ക്യു ഇൻറ്റു ജി വൈ അങ്ങനെ കൊടുത്തു പ്ലസ് ക്യൂ ഇൻറ്റു ഇതെങ്ങനെ എഴുതാം എഫ് ഇസഡ് ഇൻറ്റു ജി ക്യു മൈനസ് എഫ് ക്യു ഇൻറ്റു ജി ഇസഡ് ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് ഒരു മൈനസ് വെച്ച് ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ മൈനസ് എഫ് എക്സ് ഇൻറ്റു ജി പി പ്ലസ് ജി എക്സ് ഇൻറ്റു എഫ് പി മൈനസ് പി ഇൻറ്റു എഫ് ഇസഡ് ജി പി മൈനസ് പി ഇൻറ്റു മൈനസ് അപ്പോൾ പ്ലസ് പി ഇൻറ്റു എഫ് പി ജി ഇസഡ് മൈനസ് എഫ് വൈ ജി ക്യു പ്ലസ് എഫ് ക്യു ജി വൈ മൈനസ് ക്യൂ ഇൻറ്റു എഫ് ഇസഡ് ജി ക്യു മൈനസ് ക്യൂ ഇൻറ്റു മൈനസ് എഫ് ക്യു ജി ഇസഡ് ദാറ്റ് ഈസ് പ്ലസ് ക്യൂ ഇൻറ്റു എഫ് ക്യു ജി ഇസഡ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ത്രൂ ഔട്ട് ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു വിച്ച് ഈസ് ഈക്വൽ ടു ജി എക്സ് എഫ് പി ആദ്യം എഴുതി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ജി എക്സ് എഫ് പി പ്ലസ് ജി വൈ എഫ് ജി എക്സ് എഫ് പി പ്ലസ് ജി വൈ എഫ് ക്യു ഇപ്പോൾ ജി വൈ എഫ് ക്യു എഴുതാം ജി വൈ എഫ് ക്യു പ്ലസ് ജി സെഡ് ഇൻറ്റു ജി സെഡ് വരുന്ന രണ്ട് ടേംസ് ഉണ്ട്. ആ രണ്ട് ടേംസിൽ നമ്മൾ ജി സെഡ് അങ്ങ് ഔട്ട് സൈഡ് എടുക്കുക ഇത് രണ്ടും. അപ്പോൾ ജി സെഡ് ഇൻറ്റു പി എഫ് പി പ്ലസ് ക്യു എഫ് ക്യു മൈനസ് ജി പി വരുന്ന രണ്ട് ടേംസ് ഉണ്ട്. അപ്പോൾ മൈനസ് ജി പി ഇൻറ്റു ജി പി എവിടേക്ക് വരുന്നത് മൈനസ് എഫ് എക്സിലുണ്ട് മൈനസ് പി എഫ് ഇസഡിലുണ്ട് പി എഫ് ഇസഡ് ജി പി വരുന്നുണ്ട്. അപ്പോൾ മൈനസ് ജി പി ഇൻറ്റു എഫ് എക്സ് പ്ലസ് പി എഫ് ഇസഡ് മൈനസ് ജി ക്യു വരുന്ന രണ്ട് ടേംസ് ഉണ്ട് മൈനസ് ജി ക്യു ഇൻറ്റു എഫ് വൈ പ്ലസ് ക്യൂ എഫ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് വന്നു. അതിനെ നമ്മൾ ഇക്വേഷൻ എ ആയിട്ട് എടുത്തു. നൗ ഫ്രം ജി ഓഫ് എക്സ് വൈ സെഡ് പി ക്യു എ ഈക്വൽ ടു 0 ഇപ്പോൾ നമ്മൾ ജി ഓഫ് എക്സ് വൈ സെഡ് പി ക്യു എ ഇപ്പോൾ ഇത് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ ഫോം എങ്ങനെ ഇരിക്കുന്നത് ജി എക്സ് ഇൻറ്റു എഫ് പി പ്ലസ് ജി വൈ ഇൻറ്റു എഫ് ക്യു പ്ലസ് ജി ഇസഡ് ഇൻറ്റു
പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ മൈനസ് ജി പി ഇൻറ്റു എഫ് എക്സ് പ്ലസ് പി എഫ് ഇസഡ് മൈനസ് ജി ക്യൂ ഇൻറ്റു എഫ് വൈ പ്ലസ് ക്യൂ എഫ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി. അത് ഇക്വേഷൻ എ ആയിട്ട് എടുത്തു. ഇനി ജി ഓഫ് എക്സ് വൈ സെഡ് പി ക്യൂ എ ഈക്വൽ ടു 0യുടെ ടോട്ടൽ ഡിഫറൻഷ്യൽ എടുത്ത് എന്ത് വരും? ജി എക്സ് ഡി എക്സ് പ്ലസ് ജി വൈ ഡി വൈ പ്ലസ് ജി ഇസഡ് ഡി ഇസഡ് പ്ലസ് ജി പി ഡി പി പ്ലസ് ജി ക്യൂ ഡി ക്യൂ ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഇതിൻ്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ജി എക്സ് ഡി എക്സ് പ്ലസ് ജി വൈ ഡി വൈ പ്ലസ് ജി ഇസഡ് ഡി ഇസഡ് പ്ലസ് ജി പി ഡി പി പ്ലസ് ജി ക്യൂ ഡി ക്യൂ ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ നമുക്ക് ജി എക്സ് ഉണ്ട്, ജി വൈ ഉണ്ട്, ജി ഇസഡ് ഉണ്ട്, ജി പി ഉണ്ട്, ജി ക്യൂ ഉണ്ട്. ഇക്വേഷൻ ബി എന്ന് ഇതിനെ എടുത്തു. ഇപ്പോൾ ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ റേഷ്യോസ് ഈക്വൽ എന്ന് പറയാം. ഫ്രം എ ആൻഡ് ബി വി ഗെറ്റ് ഡി എക്സ് ബൈ ഇവിടെ ജി എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് ഡി എക്സ് ആണ്. ഇവിടെ ജി എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് എഫ് പി ആണ്. അപ്പോൾ ഡി എക്സ് ബൈ എഫ് പി ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ എഫ് ക്യൂ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ ഈക്വൽ ടു ഡി പി ബൈ മൈനസ് ഓഫ് എഫ് എക്സ് പ്ലസ് പി എഫ് ഇസഡ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ പി എഫ് പി പ്ലസ് ഡി ക്യൂ ബൈ എഫ് വൈ പ്ലസ് ക്യൂ എഫ് ഇസഡ്. അതായത് നമുക്ക് കിട്ടിയത് എയും ബിയുടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡി എക്സ് ബൈ എഫ് പി ഈക്വൽ ടു ഡി വൈ ബൈ എഫ് ക്യൂ ഈക്വൽ ടു ഡി ഇസഡ് ബൈ പി എഫ് പി പ്ലസ് ക്യൂ എഫ് ക്യൂ ഈക്വൽ ടു ഡി പി ബൈ മൈനസ് ഓഫ് എഫ് എക്സ് പ്ലസ് പി എഫ് ഇസഡ് ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് ഓഫ് എഫ് വൈ പ്ലസ് ക്യൂ എഫ് ഇസഡ് എന്ന് കിട്ടും. വിച്ച് ഇസ് നോൺ ആസ് ദ ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷൻ നമ്മൾ പറയുന്നതാണ് ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻസ് വിച്ച് ആർ ഇക്വലൻറ്റ് ടു ദ കോഷ്യസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇത് കോഷ്യസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ അത് ഈ പ്രാവശ്യം നമുക്ക് എടുത്ത് കളഞ്ഞൊരു സെക്ഷനാണ്. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്നതാണ് ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻസ്. അപ്പം ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ജി എന്ന് പറയുന്ന ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ 2 ഇക്വേഷൻസ് കമ്പൈൻ ചെയ്യുമോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജി ഓഫ് എക്സ് വൈ സെഡ് എ എന്ന് പറയുന്ന പി ക്യു എ എന്ന് പറയുന്ന ആ സൊല്യൂഷൻ കിട്ടും. വൺസ് ആൻ ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് വൈ സെഡ് പി ക്യു എ ഈക്വൽ ടു 0 ഓഫ് ദിസ് കൈൻഡ് ഹാസ് ബീൻ ഫൗണ്ട്, the problem reduces to solve for P and Q and then dz equal to PDS plus QDY yield the solution of the given PD. അപ്പോൾ ഈ ഓക്സിലറി ഇക്വേഷൻ ആണ്. ഈ ഓക്സിലറി ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ജി കണ്ടുപിടിക്കുന്നത്. ഇതാണ് ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഓക്സിലറി ഇക്വേഷൻ വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജി കണ്ടുപിടിക്കും. എഫും ജിയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോമ്പാറ്റബിൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സോൾവ് ചെയ്യുന്ന സെയിം മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് എങ്ങനെ അവിടെ ചാർപിറ്റ്സ് ഇക്വേഷൻ വന്നത് ശരിക്കും എങ്ങനെയായിരുന്നു? എഫും ജിയും കോമ്പാറ്റബിൾ ആവാനുള്ള കണ്ടീഷനകത്തുനിന്ന് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ കണ്ടീഷൻ വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ദെൻ ജി ഓഫ് എക്സ് വൈ സെഡ് പി ക്യു എയുടെ ടോട്ടൽ ഡിഫറൻഷ്യൽ എടുത്തപ്പോൾ ഒരു ഇക്വേഷൻ ബി കിട്ടി. അത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് നമുക്ക് ചാർപിറ്റ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ചാർപിറ്റ്സ് ഇക്വേഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർത്തിരുന്നോണം. ഈ ചാർപിറ്റ്സ് ഇക്വേഷൻ കിട്ടിയാലേ ഉള്ളൂ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കാണാതെ ഓർത്തിരുന്നോണം കേട്ടോ. അപ്പോൾ ഇതാണ് ചാർപിറ്റ്സ് ഇക്വേഷൻ്റെ ആ ഒരു തിയറി പറയുന്നത്, ചാർപിറ്റ്സ് മെത്തേഡിൻ്റെ ആ ഒരു തിയറി പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് എന്ന് പറയുന്ന പി ഡി എ നമുക്ക് തന്നേക്കുന്ന പി ഡി എ ആണ്. അതിനോട് കോമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു പി ഡി എ നമ്മൾ ചാർപിറ്റ്സ് ഓക്സിലറി ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കും. ദെൻ എഫും ജിയും കോമ്പാറ്റബിൾ ആയതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡി സെഡ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഫോമിലാണ്. പിയും ക്യൂവും നമുക്ക് എഫും ജിയും കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ പിയും ക്യൂവും ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ഇസഡ് ആൻഡ് എ കണ്ടുപിടിക്കാൻ പറ്റും.